സർക്കാർ സ്പോൺസേഡ് കൊലപാതകം അങ്ങനെ ഒരു സംഭവം ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? മറ്റൊന്നുമല്ല, ഇപ്പോൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരുടെയും ഉദാസീനത കൊണ്ട് ആരെങ്കിലുമൊക്കെ അപകടത്തിൽപ്പെട്ട് മരിച്ചു കഴിഞ്ഞാൽ അതൊരു കൊലപാതകം തന്നെയല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊലപാതകം തന്നെയാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, പൊതുസമൂഹത്തിന് പറയാനുള്ളത്, നീതിബോധമുള്ള പൊതുസമൂഹത്തിന് പറയാനുള്ളത്. സർക്കാർ എന്ന ഒരു കാര്യം, സർക്കാർ സംവിധാനം ഇവിടെ പൊതുജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാവേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ പലരും അതിനകത്ത് ഉദാസീനത കാണിച്ചുകൊണ്ട് ആ ഉദാസീനതയുടെ ഫലമായിട്ട് ആരെങ്കിലുമൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അത് കൃത്യമായ കൊലപാതകം തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ്. ഞാൻ പറയാനുണ്ടായൊരു കാര്യം, ഈ കഴിഞ്ഞ ദിവസം തൊടുപുഴ മുതലക്കുളം റോഡിന് കാന എടുത്തിട്ടിരുന്നൊരു ഭാഗം ഒരു മാസമായിട്ട് അങ്ങനെ തന്നെ കിടന്നു. ആ കാനയെ ഒന്ന് മൂടുകയോ അതുമല്ലെങ്കിൽ അവിടെ ഒരു നെയിം ബോർഡ്, അതായത് ഇവിടെ കാന കുഴിച്ചിട്ടിരിക്കുന്നു, ഇവിടെ വാഹനങ്ങൾ കടന്നു പോകാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിൽ കുഴിയിൽ വീഴാതിരിക്കാനായിട്ടുള്ളൊരു ബോർഡ് വെക്കുകയോ, ഇനി അതുമല്ലെങ്കിൽ കടന്നു വരുന്ന വാഹനങ്ങൾ അതിൽ കുഴിയിൽ വീഴാതിരിക്കാനായിട്ടുള്ള തടസ്സങ്ങൾ അവിടെ വെച്ചുകൊണ്ട് മറ്റു വഴി കടന്നു പോകത്തക്ക രീതിയിലുള്ള വഴി തിരിച്ചുവിടുകയോ, അങ്ങനെ ഒരു സംവിധാനവും ഒരു മാസമായിട്ട് ചെയ്യാതിരുന്ന ആ കുഴിയിൽ വീണ് ഈ കഴിഞ്ഞ ദിവസം ജെയ്സ് ബെന്നി എന്ന ഒരു ചെറുപ്പക്കാരൻ മരണപ്പെടുകയുണ്ടായി. ആ മരണത്തിന് ഉത്തരവാദി ആരാണ്? അത് മരണമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു കൊലപാതകമല്ലേ അത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപകടത്തിൽപ്പെട്ട് കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ട് മരിച്ചു എന്ന് നമുക്ക് സാങ്കേതികമായി പറയാമെങ്കിൽ പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സർക്കാർ സ്പോൺസേഡ് കൊലപാതകം എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. എന്തുകൊണ്ടാണ്? അവിടെ ആ കോൺട്രാക്ടറെ കൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യിക്കേണ്ട ഉദ്യോഗസ്ഥർ അത് ചെയ്യിക്കാതിരുന്നത് കൊണ്ട് മാത്രം സംഭവിച്ച ഒരു മരണമാകുമ്പോൾ അത് സർക്കാർ സ്പോൺസേഡ് കൊലപാതകം തന്നെയാണ്. അതിന് ആര് മറുപടി പറയും? സർക്കാർ മറുപടി പറയും. സർക്കാരല്ല മറുപടി പറയുന്നത്. സർക്കാർ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂടെ കൂടിയാണ്. അതിനകത്ത് ഉദാസീനത വരുത്തിയിരിക്കുന്ന ആരൊക്കെയാണ് അവർ അതിന് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. ഇത് ഈ മുതലക്കുളത്ത് നടന്ന ഈ ജെയ്സ് ബെന്നി എന്ന ആ ചെറുപ്പക്കാരൻ്റെ മരണം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത് നിത്യസംഭവം എന്നോണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, എവിടെ നോക്കിക്കഴിഞ്ഞാലും ആഴ്ചയിൽ 1-2 ഇത്തരം അപകടങ്ങൾ സർവ്വസാധാരണമാണ്. അതായത് സർക്കാർ നിയമ സംവിധാനങ്ങളിലെ ഉദാസീനത കൊണ്ട്, ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട ഡ്യൂട്ടി അവർ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഇത്തരം മരണങ്ങൾ, ഇത്തരം അപകട മരണങ്ങൾ കൃത്യമായിട്ട് കൊലപാതകം തന്നെയാണ് എന്ന് കണ്ടുകൊണ്ട് അതിന് ആ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അതിന് ഉത്തരവാദികൾ ആരൊക്കെ ആയിട്ടുണ്ടോ അവർക്കെതിരെ കടുത്ത ശിക്ഷയും അതോടൊപ്പം തന്നെ ആ കുടുംബത്തിന് കോമ്പൻസേഷൻ വാങ്ങിക്കൊടുക്കാനായിട്ടുള്ള സംവിധാനവും ഉണ്ടായേ പറ്റൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുതലക്കുളം താളം കലാസാംസ്കാരിക വേദിയുടെ പ്രവർത്തകരായിട്ടുള്ള ശ്രീ VT തോമസും അതുപോലുള്ളവരും ശ്രീ NC കുര്യനും ഡിറ്റക്റ്റീവ് ന്യൂസും ചേർന്നുകൊണ്ട് ശക്തമായിട്ട് സർക്കാരിനോട് ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു. ഇവിടെ മനുഷ്യാവകാശ കമ്മീഷൻ പല കാര്യത്തിലകത്ത് റിപ്പോർട്ട് തേടുക എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഈ റിപ്പോർട്ട് തേടലും മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇടപെടലും വെറും ഒരു സാങ്കേതികത്വത്തിൽ മാത്രം ഒതുങ്ങുന്നത് ഒട്ടും ശരിയല്ല. മനുഷ്യാവകാശ കമ്മീഷൻ അതിൻ്റെ മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷനോട് ഞങ്ങൾക്ക് പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് പറയാനുള്ളത്, ഇത്തരം വിഷയങ്ങളിൽ അതിശക്തമായ ഇടപെടലുകളാണ് വേണ്ടത്, നടപടികളാണ് വേണ്ടത്, അതിനകത്തുള്ള ശിക്ഷകളാണ് വേണ്ടത്, അതുപോലെ കോമ്പൻസേഷൻ വാങ്ങിക്കൊടുക്കലാണ് വേണ്ടത്. അല്ലാതെ വെറുതെ എന്തെങ്കിലും മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് ഇടപെട്ടു എന്നുള്ളൊരു വാർത്ത കൊണ്ട് മാത്രം കാര്യമില്ല. ഇതിനകത്ത് ശക്തമായ നടപടികളും തീർപ്പുകളും, ഇതിനകത്ത് ഉത്തരവാദികളായിട്ട് വന്നിരിക്കുന്ന കോൺട്രാക്ടറാണെങ്കിലും ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും കടുത്ത ശിക്ഷയ്ക്ക് വിധേയരാകണം. അവരിൽ നിന്ന് തന്നെ സർക്കാർ ഇതിനകത്ത് മൊത്തത്തിൽ സർക്കാർ ഫണ്ടിൽ നിന്ന് എടുത്തുകൊണ്ട് ഈ വ്യക്തിക്കോ ഈ വ്യക്തിയുടെ കുടുംബത്തിന് എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കുകയോ അല്ല ചെയ്യേണ്ടത്. ഇതിനകത്ത് ഉദാസീനത വരുത്തിയവരാണ് ശരിക്കുള്ള കുറ്റവാളികൾ. ആ കുറ്റവാളികളിൽ നിന്ന് തന്നെ ഇതിന് ആവശ്യമായ കോമ്പൻസേഷൻ വാങ്ങിക്കൊടുക്കണം, അവർക്ക് കടുത്ത ശിക്ഷയും വാങ്ങിക്കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന ഈ പ്രയത്നത്തിന് ശക്തമായ
ഗുണം ഉണ്ടായേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.